അല്പനേരത്തെ സവിശേഷമായ ചിന്തയ്ക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. തിരുവചനം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വിവിധ നിലകളിൽ ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 3 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് സ്തോത്രം കേൾക്കുന്നത്. ആ വചനത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇന്നും നാളെ അടുത്ത ദിവസം ഒക്കെ വചനം പറയുന്നത് ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും. അതിനകത്തുള്ളൊരു സന്ദേശമാണ് നിങ്ങളോട് പറയാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 90, 20, 21 വായിച്ചു കേൾക്കാം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പം കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. പിന്നെ 70 പേരെ തിരഞ്ഞെടുത്തു. പിന്നെ 500 പേരുടെ കാര്യം വായിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ കർത്താവിന് ധാരാളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. എന്തിനാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ, നമ്മുടെ കുടുംബമായിരുന്ന പശ്ചാത്തലത്തിൽ നാം എന്തായിരുന്നോ അതേ നമുക്കറിയത്തുള്ളൂ. യേശു വന്നതൊരു പുതിയ സിസ്റ്റം പഠിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ ശരിയാകത്തില്ല, ഞാനൊരു സിസ്റ്റം നിങ്ങളെ പഠിപ്പിക്കാം. ആ സിസ്റ്റപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ലൈഫ് 100% സക്സസ് ആവും. അതിനൊരു സ്വർഗീയ മെത്തേഡ് ദൈവം അവരെ പഠിപ്പിക്കുക. ഞാനും ഇന്ന് കർത്താവ് പഠിപ്പിച്ച അതേ മെത്തേഡാണ് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇവിടെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യവും ആ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്നൊരു മറുപടിയുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് കുറച്ചു നേരം അവിടേക്ക് വരത്തുള്ളൂ. വൈകിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യവും കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യവും 16, 17 അധ്യായങ്ങൾക്കകത്തുണ്ട്. നമ്മളിപ്പോൾ 17-ാം അധ്യായത്തിലാണ് വായിച്ചത്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ അതിനു മുമ്പ് കർത്താവ് ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? സ്തോത്രം. 16-ാം അധ്യായത്തിൽ സ്തോത്രം ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നമ്മളൊരു കല്യാണത്തിനൊരു നല്ല സാരി ഉടുത്തോണ്ട് പോയി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മോളോട് അമ്മ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ എങ്ങനെ? ഇപ്പോൾ ഒരു വീട്ടിൽ കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് സ്തോത്രം കൂട്ടുകാരെ വിളിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? സഹകരിക്കാം. അപ്പം ഒരാൾ സ്റ്റേജിൽ ഒരു പാട്ട് പാടി. വീട്ടിൽ ചെന്നപ്പം മോള് ഡാഡിയോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? ചിലപ്പോൾ കൊള്ളത്തില്ലേലും അപ്പനായിട്ട് പറയും. ചെല്ലു പറയും, നിന്റെ പാട്ട് എന്തിനുള്ളായിരുന്നു. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് വരുന്നത്. അപ്പൊ കർത്താവ് കുറച്ചു നാൾ കൊണ്ട് ഇവരോട് വചനം പറയുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇതെല്ലാം കാണിച്ചിട്ടും യേശു ആരാന്ന് ഇവരുടെ അകത്ത് മനസ്സിലായോ എന്ന് കർത്താവിനറിയണം. കൈയടിച്ചോ ബഹളം ഉണ്ടാക്കുന്നതല്ല, യേശു നിന്റെ അകത്തുണ്ടോന്ന് യേശുവിന് ഇപ്പോഴും അറിയണം. സ്തോത്രം. 5 അപ്പത്തിന്റെ അത്ഭുതം കാണിച്ചതും, ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതും, മുടന്തനെ എഴുന്നേപ്പിച്ചതും, ചേറുണ്ടാക്കി കണ്ണിപ്പൂശി ശീലാഹാംകുളത്തിൽ പോയി കഴുകിച്ചതും ഒക്കെ താൻ ഒരു അത്ഭുത വരപ്രാപ്തനാന്ന് കാണിക്കാനല്ല, താൻ ആരാന്ന് തൻ്റെ അടുക്കൽ വന്നവൻ അറിയണം.
ഒരാമയും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. വായിക്കാൻ നേരം എടുക്കുന്നില്ല. 2 കുരുടന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ വഴിനീളെ നിലവിളിച്ചു. യേശു ഒരു വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ കാൽക്കലിരുന്ന് നിലവിളിച്ചു. യേശു ഒരു ചോദ്യം ചോദിച്ചു, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ദൈവത്തിന് പ്രവർത്തിക്കാൻ തയ്യാറാ, പക്ഷെ നിന്റെ അകത്ത് ആ വിശ്വാസം ഉണ്ടോ? ഇന്ന് നീ എഴുതിക്കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയം പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ആരോടും പറയാതെ ബൈബിളിനകത്ത് എഴുതിക്കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയം ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോന്ന അതിന്റെ പച്ചമലയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില കല്ലായ ഹൃദയങ്ങൾ ഇന്ന് ഉടയപ്പെടും. ചില നുറുങ്ങപ്പെട്ട ഹൃദയങ്ങൾ ഇന്ന് പണിയപ്പെടും. ചില തച്ചുടയപ്പെട്ട ഹൃദയങ്ങൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യും. നിന്റെ അകത്തുനിന്ന് വിശ്വാസത്തിന്റെ ചിറകടി ശബ്ദം ഉയർന്നേ പറ്റൂ. കർത്താവ് ചോദിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച, നീ കൊണ്ടുവന്ന വിഷയം ചെയ്യാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ. അന്ന് തൊട്ടച്ചൊക്കെ ചോദിച്ചേ, നിങ്ങൾ കൊണ്ടുവന്ന ആ വിഷയം ഉണ്ടല്ലോ, ആ മോൻ്റെ കാര്യം, ആ മോടെ കാര്യം, അത് ചെയ്തു തരാൻ കർത്താവിന് കഴിയുമെന്ന്. നിന്റെ ഈ പൊട്ടബുദ്ധി ചെയ്യുന്നവരൊന്നുമല്ല കർത്താവ് ചെയ്യുന്നത്. മോശ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, വിശ്വാസം കർത്താവ് പറഞ്ഞു ജനത്തിന് തിന്നാൻ ഇറച്ചി തരാമെന്ന്. ഉടനെ മോശ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ നിനക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ജനത്തിനിടെ നിൽക്കുന്ന ഞാനാ. അവിടെ മിണ്ടുന്നില്ലല്ലോ. അപ്പം കുറഞ്ഞാലും കുഴപ്പം, അപ്പം കൂടിയാലും കുഴപ്പം, ഇറച്ചി കുറഞ്ഞാലും കുഴപ്പം, സമയത്തിന് കിട്ടിയില്ലേ അതിനെക്കാട്ടി കുഴപ്പം. അവിടെ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പം മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഇത്രയും പേർക്ക് ഇറച്ചി കിട്ടാനായിട്ട് എവിടുന്ന് നമ്മൾ ആടിനെയും മാടിനെയും വെട്ടും? എവിടുന്ന് നമ്മൾ സ്തോത്രം? അതാ നമ്മുടെ ഈ ബുദ്ധിയിലുള്ള ചോദ്യമാണ്. നമുക്കൊരു ചോദ്യമുണ്ട്, ഈ ദൈവം പ്രവർത്തിക്കും നമ്മൾ എവിടുന്ന്? ആ ചോദ്യത്തിന്റെ മോന ഇന്ന് പൊട്ടണം. എവിടുന്നും കൊണ്ടുവരാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന് ഏതു ലെവലിൽ വേണേലും ചെയ്യാം. എനിക്ക് ഇവിടെ ഒരു ബോധ്യമുണ്ട്, ഈ പ്രാർത്ഥന ദൈവം ചിലർക്ക് വേണ്ടി ഇറങ്ങി നടന്നു ചെയ്യുന്ന ദിവസമാണ്. ഞാൻ വിശ്വസിക്കുന്നു അത് എനിക്ക് വേണ്ടി മാത്രമാ, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാ. നിങ്ങളുടെ തലമുറയിൽ ഇതുവരെ നടക്കാത്ത കാര്യം കർത്താവ് ഇറങ്ങി നടന്ന് ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ ഗഹനമായിട്ട് ഈ ഭാഗത്തോട്ട് വരാം. അപ്പം കർത്താവ് ഇത്രയും അത്ഭുതങ്ങൾ കാണിച്ചു ചോദിക്കുക, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ചിലർ പറയുന്നുണ്ട് അങ്ങ് യോഹന്നാൻ സ്നാപകനാന്ന്, ചിലർ പറയുന്നുണ്ട് അതൊന്നുമല്ല അങ്ങ് ഏലിയാവാന്ന്, വേറെ ചിലർ പറയും അങ്ങനെ ഒന്നുമല്ല പറയുന്നത്, ചിലർ പറയുന്നത് അങ്ങ് പ്രവാചകന്മാരിൽ ഒരാളാണ്. സ്തോത്രം. ഈ കർത്താവ് തിരിഞ്ഞ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയും? കർത്താവിന് അറിയേണ്ടത് നാട്ടുകാർ പറയുന്നതല്ല, കൂടെ നിൽക്കുന്ന നീ പറയേണ്ടതാണ്. അവിടെ മിണ്ടുന്നില്ല. ഉടനെ ശിഷ്യന്മാരെല്ലാം സൈലന്റായി. പത്രോസ് വയലന്റായി. പുള്ളി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, യേശു ആരാന്ന് തെളിഞ്ഞു കിട്ടിയവനാ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. യേശു ആരാന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധനയെ മനസ്സിലാക്കണം. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് വെളിപ്പെട്ടപ്പം മുതൽ കർത്താവ് അവിടെ വെച്ച് പറയുന്നുണ്ട്, ബെറയോനായ ശീമോനെ. ആ വാക്യം ഒന്ന് വായിച്ചേ. ബെറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല. ആരാ ഭാഗ്യവാൻ? ബെറയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. എന്തുകൊണ്ട്? ജഡരക്തങ്ങളല്ല. എന്തുകൊണ്ട് ഭാഗ്യവാൻ? എന്തുകൊണ്ട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, അല്ലാതെ അപ്പത്തിന്റെ ഷോ നടത്താൻ വന്നവൻ അല്ലെന്ന് ബോധ്യപ്പെട്ടു. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണിക്കുന്നത് ദൈവത്തോട് അടുപ്പിക്കാനാ. നിന്റെ ജീവിതത്തിൽ ചില വിജയം തരുന്നത് ദൈവത്തോട് അടുപ്പിക്കാനാ, തകർക്കാനല്ല. എന്നിട്ട് ദൈവം പറയാം, നീ വിശ്വസിച്ചോണം, ഞാനാണ് ദൈവത്തിന്റെ പുത്രൻ.
മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം ആമീൻ. എന്നിട്ട് കർത്താവ് പറയാ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസ് ആകുന്നു. ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ ദൈവമാകുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിനക്ക് ചിലതൊക്കെ വെളിപ്പെടുത്തി തരും ഈ ദിവസങ്ങൾ. ഞാനിവിടെ വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെയും വൈകിട്ടും നാളെ എന്തൊക്കെ വിഷയം നിങ്ങളുടെ ഓർമ്മ വരുന്നോ ആ വിഷയത്തിന് മുഴുവൻ പ്രാർത്ഥിച്ചോണം. ഓർമ്മ വരുന്ന കാര്യങ്ങൾ ചുമ്മാ വരുവല്ല, ദൈവം ഓർപ്പിക്കുവാ നിന്നെ. എന്തിനാ? ആ വിഷയത്തിന് ഉടനെ വിടുതലുണ്ട്. ചില പേരുകൾ നിന്നെ ഓർപ്പിക്കും. ചില കുടുംബങ്ങൾ. യെസ്, ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സ്തോത്രം ഒരു ശബ്ദം കേട്ടു, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുവാ? ജോണിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന എത്ര ജോണുണ്ട്. ഞാൻ ഫോണിൽ എടുത്ത് നോക്കി, 49 ജോൺ കിടക്കുക. മൊത്തം ജോൺമാർക്ക് ഒരു ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ എൻ്റെ ഫോണിൽ പേരുള്ള ജോണന്മാരും സ്തോത്രം ഭൂമി ജോൺ എന്ന പേരുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല എന്താ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ച് അഭിഷേകത്തിലായി അന്യഭാഷകളിലായി ആരാധിക്കാൻ തുടങ്ങി. രാവിലെ 7:30 എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആങ്ങള ഭയങ്കര അപകടത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് ഇപ്പോഴും അബോധാവസ്ഥയില്ല. സ്തോത്രം ഞങ്ങളുടെ വണ്ടി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. സ്തോത്രം മറിഞ്ഞ വണ്ടി ഉരുണ്ടുപോയ കൂട്ടത്തിൽ താൻ തെന്നി ഒരു മരത്തിൻ്റെ കൊമ്പെ പിടിച്ചോണ്ട് കിടന്നു. വണ്ടി താഴെ കൊക്കയിൽ പോയിന്നെങ്കിൽ മരിച്ചു പോയതിനേയും ജോണിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ അവരോട് പറഞ്ഞില്ല ഇന്നലെ രാത്രി ഞാൻ ജോൺ എന്ന ശബ്ദം കേട്ടെന്ന്. പക്ഷെ അന്ന് രാവിലെ എന്നിലൂടെ ജോൺ പ്രാർത്ഥിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പേരായിരിക്കാം, മോൻ്റെ കാര്യമായിരിക്കാം, മോടെ കാര്യമായിരിക്കാം, കേസായിരിക്കാം, കോടതിയായിരിക്കാം, ജപ്തിയായിരിക്കാം, വയറുവേദനയാകാം, തലവേദനയാകാം, പഴയ രോഗമാകാം, ബന്ധനമാകാം, കെട്ടാകാം. എന്തോർമ്മ വന്നാലും അതിന് സ്പെഷ്യലി പ്രാർത്ഥിക്കണം. എന്നോട് ദൈവാത്മാവ് ഈ പ്രാർത്ഥനയുടെ ഓരോ മിനിറ്റുകളും നിനക്ക് വിടുതലിൻ്റെ ധ്വനി മുഴങ്ങുവാൻ യേശുവിൻ്റെ നാമത്തിൽ കണ്ടോ. 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് റബന ഓർമ്മ വരുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നവർ ആക്റ്റീവാക്കിയ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. മോന്റെ പേര് നിന്നെ ഇന്നലെ ഭാരപ്പെടുത്തിയ വിഷയം ഇന്ന് വിടുവിക്കാൻ വേണ്ടിയാ. റബന ബലബട 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കരങ്ങളെ ഒന്ന് അടിച്ച് കൈകൾക്ക് സ്തോത്രം ചെയ്ത യെസ്, ദൈവത്തിന് മഹത്വം കൊടുത്തെന്ന് പ്രാർത്ഥിച്ച യെസ്. അല്പനേരം ആത്മാവി പ്രാർത്ഥിച്ചേ. എനിക്ക് കാണാം ദൈവാത്മാവി ചില വീടിന്റെ കേസുകൾ മാറിപ്പോകുന്നു, ചില സന്തതിയുടെ ഭാവി മാറിപ്പോകുന്നു. ഇതിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവാ. മാർഗമധ്യത്തിൽ വെളിപ്പെട്ട തടസ്സങ്ങൾ, രോഗശക്തികൾ, രോഗാത്മാക്കൾ, പൈശാചിക ശക്തികൾ വഴിമാറുന്നു. അപ്പൊ 16-ാം അധ്യായത്തില് ശിമോൻ പത്രോസിന് ഇത് വെളിപ്പെട്ടു. ആരാണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അടുത്ത വാക്യം കൂടെ. യേശു അവനോട് ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയാണ്. ക്രിസ്തു എന്ന വെളിപ്പാട് അകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ സഭ പണിയും. ഞാൻ പണിയാൻ തുടങ്ങും. സഭയെന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ല, ഭിത്തി അല്ല, സഭ നമ്മളാ. ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് നിന്നെ പണിയും. എങ്ങനെ പണിയും? പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കാത്ത പോലെ പണിയും എന്ന് പറഞ്ഞ അന്ധകാര ശക്തികൾ ജയിക്കാത്ത പണി. ഒത്തിരി പേരോട് നിന്നോട് മത്സരിച്ചതും തോറ്റുപോകാൻ കാരണം നിന്നിൽ ദൈവം പണി തുടങ്ങി. ഒത്തിരി പേര് നിന്നെ ശ്രമിച്ചിട്ടും നീ പരാജയപ്പെടാത്തതിൻ്റെ കാര്യം നിന്നിൽ ദൈവം പണി തുടങ്ങി. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ. മനസ്സിലായോ? നിന്നെ ശത്രുവിനെ ജയിക്കുന്ന ഒരു പണി. തമ്പുരാൻ നിന്നെ പണിയുക. നിന്റെ നാട്ടുകാർക്ക് നീ ആശ്ചര്യമാകും, നിന്റെ വീട്ടുകാർക്ക് നീ ആശ്ചര്യമാകും, നിന്നെ നിന്ദിച്ചവർക്ക് നീ ആശ്ചര്യമാകും. ദൈവം നിന്നെ പണിത് പൊക്കാൻ പോവുക, നാട്ടുകാർ കാണാൻ പോവുക. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നിന്നെ ദൈവം പണിതു എന്ന് ശത്രുക്കളുടെ മുൻപിൽ തന്നെ അവൻ വിരുന്നൊരുക്കുകയാണ്. വിശ്വസിക്ക്. നീ തലയിൽ തുണിയിട്ട് ലജ്ജിച്ച കാലം മാറാൻ പോകുന്നു. ദൈവം നിന്നെ പണിയാൻ പോവുക. ദൈവം നിന്നെ അപ്പൊ നമ്മൾ ആ വാക്യത്തിന്റെ പ്രധാന ഭാഗത്തോട്ട് വരാം. ഈ 16-ാം അധ്യായത്തില് നിങ്ങൾക്കറിയാം, ഈ
സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറുമാരും വല്ലതും ഉണ്ടെന്ന് കൈ വയ്ക്കുക. സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറുമാരും വല്ലതും ഉണ്ട്? ടീച്ചർമാരില്ലേ ഇവിടെ? ഒന്ന് രണ്ട് പേരുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു സ്കൂളിൽ 40, ഒരു ക്ലാസ്സിൽ മിക്കവാറും 40, അല്ലെ കോളേജ് പഠിപ്പിക്കുക 40-50 സ്റ്റുഡൻ്റൊക്കെ കാണും. ഈ 50 പേര് 25 പേര് ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചാലും ടീച്ചർക്കറിയാം ഇതിനകത്തെ മിടുക്കന്മാരാരാ. അറിയത്തില്ലയോ? നെറ്റിൽ എഴുതി ഒട്ടിക്കണോ? ഈ കർത്താവ് 12 തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ചൊണക്കുട്ടന്മാരാരാന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. അത് ബ്രദറെ, ഞാൻ 12 മണിക്കാ വണ്ടി കിട്ടിയില്ല, അതൊന്നും അല്ല. കർത്താവ് നോക്കുന്ന ചൊണക്കുട്ടന്മാരെയാണ്. മിണ്ടുന്നില്ല. നമ്മൾ ഈ ചതഞ്ഞെന്ന് പറഞ്ഞ് യോഗത്തിന് വന്നാലൊന്നും പറ്റത്തില്ല. നമ്മൾ നല്ല തീഷ്ണത വേണം. ആത്മീയ കാര്യത്തിൽ എന്തോ വേണം? അതൊക്കെ ഞാൻ ഇന്ന് പ്രസംഗത്തിനിടയിൽ പഠിപ്പിക്കാം നിങ്ങളെ. സ്തോത്രം. കർത്താവ് കൊണ്ടുവന്ന സിസ്റ്റം എന്താന്നാ പറയാൻ പോകും. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഈ മലയാളിയെ സംബന്ധിച്ച് 12 പേര് ഒരു സ്ഥാപനത്തിലുണ്ട്. 3 പേർക്ക് പരിഗണന കൊടുത്താൽ ആ 9 പേർക്ക് ഈ 3 പേരോട് ഒരു കുഞ്ഞ് അസൂയ ഉണ്ടാകാൻ ഈയിടെ ഒരു മോള് എൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. പാസ്റ്ററേ, എൻ്റെ അപ്പായിക്കും അമ്മായിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ? അവരുടെ അകത്ത് ഈ വേറുകൃത്യത്തിൻ്റെ ഒരാത്മാവുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്നാ മോളെ? എൻ്റെ പൊന്ന് പാസ്റ്ററേ, അപ്പയ്ക്ക് ഞാൻ ജീവനാ, അമ്മയ്ക്ക് ഞാൻ ജീവനാ, എൻ്റെ ബ്രദറും ജീവനാ. ആ ബ്രദർ ഒരു ഡോക്ടർ പെണ്ണെ കെട്ടിക്കൊണ്ടു വന്നു. ഇപ്പൊ എൻ്റെ ബ്രദറെ എന്നോട് മിണ്ടത്തില്ല, അവര് എന്നെ പരിഗണിക്കത്തില്ല. അമ്മ പോലും മോളിരിക്കണം, ഡോക്ടർ ഇരുന്നാട്ട്. കണ്ടോ? ഞാൻ എവിടെയും സ്തോത്രം ഹോസ്റ്റലിലോട്ട് മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കൂട്ടത്തിൽ നിന്ന് 3 പേരെ സമ്പുരാൻ സെപ്പറേറ്റ് ചെയ്തപ്പോ ശിഷ്യന്മാരുടെ അകത്ത് ഒരു കുഞ്ഞ്. കർത്താവിൻ്റെ അടുക്ക ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, ഞങ്ങളിൽ ആരാ വലിയവരെന്ന് പറയണം. ഉടനെ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാ വലിയെന്ന്. നിങ്ങൾ തീരുമാനിക്കുക. കർത്താവ് അപ്പോൾ 70 പേരെ വേറെ തിരഞ്ഞെടുത്തു. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ അടുക്ക ചെന്ന് എന്നും നടക്കുമെന്ന് ചോദിച്ചാൽ, കർത്താവ് നീ അവിടെ മാറിയിരിക്കും, വേറെ ആളെ ഞാൻ എടുക്കാൻ പോവാം. എപ്പോഴും ഓർക്കണം, യേശുവിന് നിന്നെ വേണ്ട, പക്ഷെ നിനക്ക് യേശുവിനെ വേണം. മനസ്സിലായി? അനിൽ ജോർജ് ഇല്ലേലും ദൈവരാജ്യം വളരത്തില്ലയോ? പക്ഷെ എനിക്ക് നിർബന്ധം, എനിക്ക് യേശുവിനെ വേണം. നമുക്ക് നിർബന്ധം, നമുക്ക് ദൈവം വേണം. ഒരാമയും വരുന്നില്ല. നിന്റെ തകർച്ച മാറണമെങ്കിൽ നിന്റെ അകത്ത് ദൈവം വേണം, നിന്റെ അകത്ത് യേശു വേണം. എന്താ നീ എന്ന് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പൊ ഈ കർത്താവ് 3 പേരെ, അപ്പം ജനത്തിനിടെ ഒരു സ്തോത്രം ഒരഭിപ്രായം വന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നിട്ട് എന്തെന്നറിയാം, ആ പത്രോസിനെ കൂടെ 2 പേരെ കൂടെ കർത്താവ് മാറ്റി നിർത്തി. ആരൊക്കെയാണെന്നറിയാമോ? യാക്കോബും യോഹന്നാനും. സ്തോത്രം. നിങ്ങൾ പറയുന്നില്ല, സിസ്റ്ററെ പറഞ്ഞുള്ളൂ. ആരൊക്കെയാ? കർത്താവിന്റെ 3 പ്രത്യേക ശിഷ്യന്മാരാ, പത്രോസും യാക്കോബും യോഹന്നാനും. 9 പേരുടെ കൂട്ടത്തില്ല മറ്റേ യൂദാച്ചാനൊക്കെ. മനസ്സിലായി? യൂദാച്ചാനെ അറിയത്തില്ലയോ? അറിയത്തില്ലേ ബൈബിളിലെ യൂദായെ? അറിയത്തില്ലയോ? മറ്റേ കയറും കൊണ്ട് ഉത്തരത്തെ കയറി കെട്ടി ഞാൻ അറിയത്തില്ലയോ? പണസഞ്ചിയും മുള്ളിടയിലായിരുന്നു. പണസഞ്ചിയൊക്കെ പിടിക്കുന്നവർ സൂക്ഷിച്ചോണം. ഞാൻ വാക്യത്തിലോട്ട് വരിക. അപ്പൊ ശ്രദ്ധിക്കണം, ഈ 3 പേരെ കൊണ്ട് കർത്താവ് എവിടെ പോയെന്നറിയാവോ? മറുരൂപമാലയുടെ മേളിൽ പോയി. ആരെ കൊണ്ടാ? പത്രോസിനെയും യാക്കോബിനെയും. ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് ദൈവം ഈ 3 പേരെ കൊണ്ട് പോയെന്ന് ചരിത്ര ബൈബിൾ വാക്യമുണ്ട്. പ്രത്യേക വെളിപ്പാട് കൈമാറാൻ ഈ 3 പേരെ കൊണ്ടുപോയി. അപ്പം കർത്താവിന് 70 പേരുണ്ട്, 12 പേരുണ്ട്, പിന്നീട് പറ 3 പേരുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ. കർത്താവിന് 70 ഉണ്ട്, 12 ഉണ്ട്, വേറെ 500 പേരുണ്ട്, വേറെ 500 ഉണ്ട്, 70 ഉണ്ട്, 12 ഉണ്ട്. ചോദ്യം, നീ 500-ൽ വരുവോ, 70 വരുവോ, 12 വരുവോ, 3-ൽ വരുവോ?
എന്തേലും ഒന്ന് പറ. അവിടെ പുറകിൽ 500 പറഞ്ഞു, 70 പറയുന്നു. എത്രല്ല? 3. അത് വരാൻ വലിയ പാടാ. ഈ 3 പേരെയും വിളിച്ചോണ്ട് കർത്താവ് എവിടെ പോയി? മറുരൂപ മലയുടെ മുകളിൽ പോയി. അവിടെ പോയിട്ട് അങ്ങോട്ട് പോയപ്പം 5 അപ്പം കൈ പിടിച്ച് യേശുവായിട്ടാ പോയെ. അവിടെ ചെന്നപ്പം അവൻ തേജസ്സിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. തേജസ് വെളിപ്പെട്ട ആ ഭാഗം ഒന്ന് വായിക്കാവോ? ഹല്ലേലൂയ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും അവനൊന്നും വേണ്ട, അങ്ങ് മേളിൽ പോയി. സ്തോത്രം. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഇവര് നോക്കിയപ്പോ അവന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? സൂര്യനെ പോലെ. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അതിന്റെ അർത്ഥം എന്നത് ഒരു സ്വർഗത്തിന്റെ റെവലേഷൻ ഇവരൊക്കെ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോ പത്രോസിന്റെ കാലളയി. അവൻ പറയാ, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. പുള്ളി കഴിഞ്ഞ മാസം എറണാകുളത്ത് വന്ന കായലോരത്ത് 40 സെന്റ് വാങ്ങിച്ചു പോയാ ആരാ? പത്രോസ്. ഇപ്പൊ പറയാ ഇതിനെക്കാട്ട് നല്ലത് അവിടാന്ന്. കേട്ടോ, കായലായാലും മലയായാലും ദൈവസാന്നിധ്യം ഉള്ളട സ്വർഗമാണ്. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അത് അറിഞ്ഞില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീട് സ്വർഗത്തിന്റെ വാതിലാകട്ടെ, നീ ഇരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവം സംസാരിക്കുകയാണ്, നിന്റെ ജീവിതം മാറാൻ പോവാ. അപ്പം കർത്താവിനോട് സംസാരിക്കുക. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. പത്രോസ് പറയാ, കർത്താവേ, അങ്ങേക്ക് സമ്മതമാണ്, നമുക്ക് ഈ മറുരൂപമണ്ഡല മേളി എത്ര വീട് വെക്കാം? 3 വീട് വെക്കാം. ഒന്ന് നിനക്കും, ഒന്ന് അങ്ങക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ വാതിക്കെ കടന്നോളാം. മിണ്ടുന്നില്ല. സ്തോത്രം. എന്നിട്ടൊന്ന് വായിച്ചു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും. രണ്ടാമത്തെ ദൂത്. ഒന്ന്, അവര് പറഞ്ഞു നീ ദൈവപുത്രനാ. രണ്ടാമത് മേളിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, നിങ്ങൾ ഇവന് ചെവി കൊടുക്കണം. കേട്ടോ, കർത്താവ് വലിയൊരു സിസ്റ്റം ഇവരെ പഠിപ്പിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പം കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ ഈ കണ്ടതെല്ലാം വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് TV ചാനലുകളിൽ കൊടുത്തിട്ട് കർത്താവ് തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് രൂപാന്തരപ്പെട്ട അനുഭവം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരോടും ഈ കാര്യം മിണ്ടരുത്, പക്ഷെ നിങ്ങളുടെ അകത്ത് ഇതുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പം മുറിച്ച് തരാൻ വന്നവനല്ല, ഞാൻ ആരാന്നറിയാമോ? ദൈവത്തിന്റെ പുത്രനാ. സ്വർഗം സർട്ടിഫൈ ചെയ്യുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. അപ്പൊ ഇവരിതെല്ലാം പ്രാപിച്ച ആ മലയിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വരുമ്പം താഴെ നിൽക്കുന്ന 9 ശിഷ്യന്മാര്, എത്ര? സ്തോത്രം. 9 പേരൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് കിടക്കുക, വെട്ടിയിൽ അകപ്പെട്ട് കിടക്കുക. ആ പ്രശ്നം എന്താണെന്നറിയാം, പറയാം. ഒരു വീട്ടില് ഒരു മകന് ഭയങ്കര ഭൂതശല്യമാണ്. ഇന്നത്തെ സെഷനിൽ തലമുറകൾക്കും വിടുതൽ കിട്ടണം. എന്നോട് ദൈവം പറഞ്ഞു, ഇന്നത്തെ ഈ പകൽ ഒരു കാര്യം നടക്കും, നിന്റെ സന്തതിയെ വേട്ടയാടുന്ന സകല പൈശാചിക ഉപദ്രവങ്ങളും ഇന്നത്തെ ആരാധനയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി പോകണം. ഏതൊക്കെയോ തലമുറയുടെ മനസ്സ് വിടുവിക്കപ്പെടാൻ പോവുക, ശരീരം വിടുവിക്കപ്പെടാൻ പോവുക, കുടുംബം വിടുവിക്കപ്പെടാൻ പോവുക. നിന്റെ സന്തതിയെ ചുറ്റി വരിയുന്ന പൈശാചിക ഉപദ്രവം. സ്തോത്രം. ചുരുളെ പ്രസംഗിച്ച് കയറുമ്പോൾ മനസ്സിലാക്കാം, അല്പ ദിവസത്തിനുള്ളിൽ നോക്കിക്കോ, സ്തോത്രം, നിന്റെ സന്തതിയുടെ ഭാവി തെളിയാൻ പോവുക. അവര് മലയിൽ നിന്ന് ഇറങ്ങി വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. പത്രോസിനെ ദൈവം അപ്രിഷ്യേറ്റ് ചെയ്തപ്പം പത്രോസ്, എൻ്റെ ചിന്ത പറയുവാണേ, ഈ പെരുവിരളെ കുത്തി മേപ്പോട്ടൊന്ന് മുങ്ങിക്കാണും. പിന്നെ യേശുക്രിസ്തുവിൻ്റെ
തേജസ്സുള്ള രൂപം കൂടെ കണ്ടപ്പോഴോ നിലത്ത് കാല് ചവിട്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുക. ചിലൊക്കെ വേണ്ടി ചോദിക്കുകയായിരുന്നു, നിങ്ങളിങ്ങനെ യോഗത്തിന് വന്ന് എന്തിനാ? പണ്ട് കുതിരയെ ട്രെയിൻ ചെയ്യുന്ന കാര്യം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. കുതിരയെ ട്രെയിൻ ചെയ്യുന്ന കാര്യം, വലിയൊരു ഇരുമ്പ് ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കുതിര എൻ്റെ മണ്ടയ്ക്ക് കെട്ടുന്നു. എന്നിട്ട് അപ്പുറത്ത് ഒരു പുള്ളി ട്രമ്മ് കൊണ്ട് ഇങ്ങനെ ഡും 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 എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മെല്ലെ തീ കൊടുക്കും. ആദ്യമൊക്കെ കുതിര ഇങ്ങനെ കാലുറപ്പിച്ച് നിൽക്കും. പിന്നെ അത് ഈ തീ കൊടുക്കുന്ന ആൾ തന്നെ മാറി നിന്ന് ഡും 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 എന്ന് പറയുമ്പോൾ അറിയാതെ കുതിര കാലനക്കും, ചൂടങ്ങോട്ട് കൂട്ടും, ട്രം അതിനൊത്തടിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം. അങ്ങനെ കുതിര ഹൈ സ്പീഡിൽ ഓടുന്ന അനുഭവം ഉണ്ടാവും. കുറച്ച് ദിവസം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ ട്രം അടിച്ചാൽ മതി, കുതിര പണ്ടത്തെ തീ ഓർത്ത് കാല് ചലിപ്പിക്കും. അങ്ങനെ ആ കുതിര ഓടാൻ പഠിക്കുന്നു. നിങ്ങൾ എന്നെ നോക്ക. ഈ ആത്മീക അഭ്യസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ പണ്ട് ജീവിച്ച സിസ്റ്റത്തിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് വർക്കൗട്ട് ആകത്തില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. എന്നോടൊരിക്കൽ വേറൊരു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ബ്രദർ എൻ്റെ അടുക്ക വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, എന്തുകൊണ്ടാണ് പാസ്റ്ററെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറൊരു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ബൈബിള് വായിക്കുന്നുണ്ട്, പ്രേയറിന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്ലസ്ഡ് ആകാത്തത് ചോദിച്ചാൽ, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വരണം. അതെന്തുവാ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, മാസത്തിൽ ഒരു സഭായോഗത്തിന് നിങ്ങളെ ഞാൻ കാണുന്നുള്ളൂ. 3 സഭ, അയ്യോ അത് വണ്ടിയോട്ടം ഉണ്ട്, അത് മോഡ കോളേജിൽ പോകണമായിരുന്നു. മോഡ കോളേജ് ഞായറാഴ്ച അല്ലല്ലോ പോണ്ടിയാണോ? മിണ്ടുന്നില്ല. ചാത്തവും വിരുന്നും കല്യാണവും വീട് മാറ്റവും മാമോദീസായി എല്ലാം കഴിഞ്ഞല്ല യോഗത്തിന്. ഇതെല്ലാം കഴിഞ്ഞ യോഗം കഴിഞ്ഞാൽ ഇതിനെല്ലാം പോകണ്ടി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ അവര് ചോദിച്ചു, അതാണോ? ഞാൻ പറഞ്ഞു, അതു തന്നെ. രാവിലെയും വൈകിട്ടും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വേണം, പേഴ്സണൽ പ്രയർ വേണം, ഹല്ലേലൂയ, ഉപവാസം വേണം, ആരാധന വേണം, സഭായോഗം മുടങ്ങരുത്. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി പാസ്റ്ററെ. ആര് ബൈബിളിന്റെ സിസ്റ്റത്തിലോട്ട് വരുമോ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ചുമ്മാതെ കുറച്ച് പ്രവചനം കേട്ട ഫ്യൂച്ചർ ബ്ലെസ്ഡ് ആകത്തില്ല. ഫ്യൂച്ചർ നിലനിൽക്കുന്ന അനുഗ്രഹം വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, ബൈബിൾ സിസ്റ്റത്തിലേക്ക് വരണം. അതെന്താ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന? ഇന്ന് എനിക്കറിയാം, അല്പം കഴിയുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷങ്ങൾ ഇളകി മറിയും. ഇവിടെ ഒരു തർക്കം നടക്കുക. ആ തർക്കം എന്താണെന്ന് ചോദിച്ചാ, ഒരപ്പന് ശിഷ്യന്മാരും കൂടെ വാദപ്രതിവാദം നടക്കുക. അപ്പന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില. എന്തുവാ എന്ന് പറഞ്ഞ? എന്താ കഷ്ടമുണ്ട്, വല്ലാത്ത കഷ്ടം. എനിക്ക് ഒരു വെളിപ്പാട് ദൈവം തരിക. ചില വല്ലാത്ത കഷ്ടങ്ങൾ ഇന്നത്തെ പ്രയറിൽ പൊട്ടണം. ഒരിക്കലും അഴിയാത്ത കഷ്ടം നിന്റെ സന്തതികളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ കഷ്ടം ഇന്ന് ഒഴിയണം. തിരിച്ചറിഞ്ഞ് ദൈവത്തോട് സ്തോത്രം ചെയ്യുക. ഞാൻ ഒരിക്കല് ഒരു ബ്രദർ എന്നെ വന്ന് കണ്ട് എന്നോട് സംസാരിച്ചു. ആ ബ്രദർ എന്നോടൊരു കാര്യം പറഞ്ഞു, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പുള്ളിക്ക് ഇവിടെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. ഇവിടെ ഈ വയറിൻ്റെ ഈ ഇടത്തെ സൈഡിൽ ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷന് ഭയങ്കര വിജയമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് 5.5 വർഷമായിട്ടും അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഹീലാകുകയില്ല. ആദ്യമേ സൂചി നൂലും കൂടെ കോർക്കുന്നിടത്തുണ്ടാകുന്ന ഒരു തയ്യലിനെ പ്രശ്നമുള്ളായിരുന്നു. ഇപ്പം അതൊരു കൊച്ചു പപ്പടത്തിൻ്റെ വലിപ്പത്തിലായി. ആ ബ്രദർ എന്നോട് പറയുക, ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പെയിൻ കില്ലർ തരും. എൻ്റെ ബ്രദറെ രാത്രി മുഴുവൻ ഇത് പൊത്തിപ്പിടിച്ചുകൊണ്ട് കിടക്കുക. ഇടയ്ക്കൊക്കെ തുണി അങ്ങോട്ടിട്ട് ഐസ് വാരി ഇവിടെ വെക്കും. ഇടയ്ക്കിടയ്ക്ക് പുഴുങ്കൾ ഞൊളച്ചിറങ്ങും. ഇതിന് പരിഹാരമില്ലയോ? ഞാൻ വല്ലാത്ത കഷ്ടത്തിലാണ്. എല്ലാവരും പോക്കറ്റിൽ കർച്ചീഫായിടുന്നേ, ഞാൻ പോക്കറ്റിൽ പെർഫ്യൂമായി ഇടുന്നേ. എന്തിനാ? ഇതിന്റെ നാട്ടം കൊണ്ട് കൂടെ കൂടെ ആരെയും കാണുമ്പോൾ ഉടുപ്പയിലെടുത്ത് അടിച്ചിട്ട് അടുക്കുന്നു. ചെല്ലൊക്കെ ചോദിക്കും, അങ്കിളിന് പെർഫ്യൂമിന്റെ ഭയങ്കര മണമാണല്ലോ എന്ന് പറയും. സ്തോത്രം, എൻ്റെ അടുക്ക നിന്നാ നീ ഓടും, അതിനാ ഇതടിക്കുന്നു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഈ കഷ്ടം പൊട്ടാൻ
പ്രയറിന് കഴിയും. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഏതെങ്കിലും തരത്തിലുള്ള വല്ലാത്ത കഷ്ടം നിന്റെ കുടുംബത്തെ കയറിപ്പിടിച്ചെങ്കിൽ അത് പ്രാർത്ഥനയാലേ ഒഴിയത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവം തന്ന ഒന്നാമത്തെ വെളിപ്പാട്, ചില വലിയ കഷ്ടങ്ങൾ ചില കുടുംബത്തിൽ നിന്ന് ഒഴിയാൻ പോവുക. നിന്റെ സന്തതിയിൽ നിന്ന് ആ കഷ്ടം ഒഴിയണം, നിന്റെ കുടുംബത്തിൽ നിന്ന് ആ കഷ്ടം ഒഴിയണം. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ആരോടും പറയാത്ത വല്ലാത്ത ഫൈനാൻഷ്യൽ ലൈബിലിറ്റി, വല്ലാത്ത ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞ കാര്യം അതുപോലെ പറഞ്ഞോട്ടെ. ഇപ്പൊ എന്തോ പറഞ്ഞാലും കുഴപ്പം, അതുകൊണ്ട് എല്ലാം പ്രശ്നമാണ്. ഇങ്ങോട്ട് നോക്ക. ഞാൻ പറഞ്ഞു, വൈകിട്ട് ഒരു ഒരു പ്ലേറ്റിനകത്തോട്ട്, ചെറിയൊരു പ്ലേറ്റിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കണം. പറഞ്ഞു, ഇവിടെ വെളിച്ചെണ്ണ വരുത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, വെക്കണ്ട. ഉടുപ്പൂരിയിട്ട് എത്രയും വട്ടത്തിൽ ഈ അസുഖം ഉണ്ടോ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ വട്ടത്തിൽ വിരൽ കൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് റൗണ്ട് വരയ്ക്കണം. എന്നിട്ട് പൊത്തിപ്പിടിച്ചു പറയണം, ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന കഷ്ടം ഒഴിയട്ടെ. എനിക്ക് അന്നേരം തന്നൊരു നിയോഗമാ. എല്ലാവരും നാളെ രാവിലെ വെളിച്ചെണ്ണ എടുത്ത് വരയ്ക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ 6 ആഴ്ച കൊണ്ട് പുള്ളി ഹീലായി. ഒരു പാടുപോലും ഇല്ലാതെ ഹീലായി. എനിക്ക് അന്ന് ഒരു കാര്യം മനസ്സിലായി, നിന്റെ കഷ്ടത്തിൽ നിന്ന് വിടുതൽ യേശുവിന്റെ നാമത്തിൽ എഴുതിയിട്ടോ അല്പ ദിവസത്തിനകത്ത് നിന്റെ കഷ്ടത്തിൽ നിന്ന് ഒഴിവ് തരുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിൽ ആ കഷ്ടം ഒഴിയട്ടെ, ആരാധനയിൽ ആ കഷ്ടം ഒഴിയട്ടെ. നിങ്ങൾ എഴുതിയിട്ടോ ചില ദിവസത്തിനകത്ത് ഇപ്പോൾ നീ സഹിക്കുന്ന ചില വല്ലാത്ത കഷ്ടം നിന്നെ വിട്ട് ഒഴിഞ്ഞിരിക്കും. നീ ആ വിഷയത്തിൽ 100% ഫ്രീ ആയിരിക്കും. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുക, ചില കഷ്ടങ്ങൾ ഒഴിയാൻ പോവുക. നിന്റെ ഫ്യൂച്ചറിനെതിരെ, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, സമൃദ്ധിക്കെതിരെ വെളിപ്പെട്ട ചില കഷ്ടങ്ങൾ ഒഴിയുന്നു. അപ്പം അവിടെ ഒരു തർക്കം നടക്കുക. ഇനി ഞാൻ വിഷയത്തിലോട്ട് പെട്ടെന്ന് വരാം, എന്നാലേ ഈ ഭാഗം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. തർക്കം നടക്കുക. ഈ യേശുവിനെ കുറിച്ച് കേട്ട പോലെ തന്നെ ശിഷ്യന്മാരെ കുറിച്ചും ഈ ജനങ്ങൾ കേട്ടു. യേശുവിന്റെ അസാന്നിധ്യത്തിൽ ഇവരുടെ അടുക്കൽ രോഗിയെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഈ രോഗിയെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇതാ സബ്ജക്റ്റ്. സ്തോത്രം. അപ്പൊ ചോദ്യം, യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ ഭൂതങ്ങളെ പുറത്താക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കർത്താവ് കൊടുത്തില്ലേ? പറ, എന്തുകൊണ്ട് അത് വർക്കൗട്ട് ആയില്ല? എന്തുകൊണ്ട് കർത്താവ് കൈമാറിയ അധികാരം ശിഷ്യന്മാരിൽ പ്രവർത്തിച്ചില്ല? ഇവിടെ ചിന്ത മാറ്റുന്നൊരു മെസ്സേജിലോട്ടാ പോകുന്നേ. പലരോടും ദൂതുണ്ട്. പൗലോസ് പറയുന്നു, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കണം. അപ്പൊ കൈവച്ചാൽ എന്തോ ലഭിക്കും? കൃപാവരം ലഭിക്കും. ചോദ്യം, കർത്താവ് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം ഒന്നെടുത്തേ. ഈ വാക്യം വിടരുതേ. ലൂക്കോസ് 9:1. സ്തോത്രം. ഹല്ലേലൂയ. അവൻ 12 അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാകുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളെ വ്യാധികളെ സൗഖ്യമാക്കുവാൻ ശക്തിയും അധികാരവും എന്തൊക്കെ കൊടുത്തു? ശക്തിയും കൊടുത്തു. എന്തുകൊണ്ട്? എന്നിട്ട് ഈ ഭൂതം സൗഖ്യമായില്ല, അല്ലെങ്കിൽ ഈ പിശാച് ബാധിച്ച ചെറുക്കൻ സൗഖ്യമായില്ല. ഇവിടാണ് നമ്മുടെ ചിന്ത തുടങ്ങുന്നത്. പ്രസംഗിക്കുമ്പോൾ പറയും, നിനക്ക് അധികാരം കൈമാറുന്നു. പക്ഷെ എന്തുകൊണ്ട് അധികാരം നിന്നിൽ വർക്കൗട്ട് ആവുന്നില്ല? നീ എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നില്ല? മിണ്ടുന്നില്ല. പിന്നെ അവിടെ നടന്നൊന്നും ഞാൻ വിവരിക്കുന്നില്ല. യേശു ആ ചെറുക്കനെ അടുക്കൽ വിളിച്ചു. അവനിൽ വ്യാപരിച്ച ഭൂതത്തെ യേശു
അപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ മകന് ചന്ദ്രരോഗം പിടിച്ച്, അങ്ങനല്ലേ വായിച്ച്? അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി. ഞാൻ ഒന്നാമത്തെ ദൂതോട് നിന്നോട് പറയാം, നിന്റെ പ്രശ്ന കാരണം നീ അറിഞ്ഞതല്ല. അപ്പൻ പറയുക, എന്റെ മകൻ ഇങ്ങനാകാൻ കാരണം മെഡിക്കലി അവന് ചന്ദ്രരോഗമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. യേശു ചന്ദ്രരോഗത്തെ സാധിച്ചില്ല, യേശു അവനിൽ വ്യാപരിച്ച ഭൂതത്തെ സാധിച്ചു. ഞാൻ വെളിപ്പാട് പറയാം, നിന്നെ ചില രോഗത്തിന് അടിമയാക്കിയതിന്റെ പിമ്പിൽ ചില ഭൂതവ്യാപാരമുണ്ട്. ഇന്ന് എന്നോട് ദൈവം പറയാം, അതിനെ ശാസിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങണം. നിന്നെ രോഗിയാക്കി ബന്ധിക്കുന്ന, നിന്നെ കഷ്ടത്തിലാക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ ഇന്ന് വിജയം ഉണ്ടാകണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. ഈ അങ്ങനെ യേശു ശാസിച്ചപ്പോൾ ആ ഭൂതം പോയി. ഉടനെ നമ്മളെല്ലാം എന്ന് പറയും, യേശുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഈ രഹസ്യമായിട്ട്. ഇപ്പം ഞാൻ ചോദിക്കാം, നമ്മൾ ശാസിച്ചാലും യേശു പ്രവർത്തിക്കാതെ പോവോ? പറ. ഇല്ല. യേശു ഈ അതോറിറ്റി ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. പക്ഷെ അത് അവരിൽ പ്രവർത്തിക്കുന്നില്ല. രഹസ്യമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ അവർ വന്നു. ഈ ഭൂതഗ്രസ്തൻ, ഈ ചന്ദ്രരോഗം പിടിച്ച ചെറുക്കൻ സൗഖ്യമായ കാര്യം യേശു ഭൂതത്തെ ശാസിച്ചു. ആ ഭാഗം ഒന്ന് വായിച്ച്. യേശു അത് അവനെ വിട്ടു. യേശു ഭൂതത്തെ ശാസിച്ചു. എത്രാം വാക്യോ? 18. 17-ാം അധ്യായം 18-ാം വാക്യം. യേശു ഭൂതത്തെ ശാസിച്ചു. യേശു ഭൂതത്തെ ശാസിച്ചു. നല്ല രാമ്യം പറ. യേശു ഭൂതത്തെ ശാസിച്ചു. അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി. നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പൊ സ്വാഭാവികമായിട്ട് ശിഷ്യന്മാർക്ക് ഒരു ചെറിയ ചമ്മലുണ്ടായി. കാര്യം അവര് കൈവച്ചിട്ടും അവര് ഫൽസിച്ചിട്ടും ഒന്നും ഈ സാധനം എന്ത് ചെയ്തില്ല, പോയി. പറഞ്ഞ അവർ രഹസ്യമായിട്ട് കർത്താവിന്റെ അടുക്ക ചെന്ന് ചോദിക്കുക, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത്? അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. കർത്താവ് മറുപടി കൊടുക്കുക. ഇനി ആ പ്രസംഗം തുടങ്ങും. നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി. 3 കാര്യം കർത്താവ് അവരെ പഠിപ്പിക്കുക. ആ 3 കാര്യമാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. അത് ഓരോ സെക്ഷനിൽ ഓരോ കാര്യങ്ങളായിരിക്കും പറയും. തീരുന്നതനുസരിച്ച് പോകും. നിങ്ങൾക്ക് ഞാൻ അധികാരം കൈമാറി. നിങ്ങൾക്ക് ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. രോഗിയെ സൗഖ്യമാക്കാൻ അധികാരമുണ്ട്. എൻ്റെ രാജ്യം പറയാൻ അധികാരമുണ്ട്. ഇത് വർക്കൗട്ട് ആകണേ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. 1, പ്രയർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. 2, ഫെയ്ത്ത്, വിശ്വാസം നിങ്ങളുടെ അകത്തുനിന്ന് മാറാൻ പറ്റത്തില്ല. 3, ഉപവാസം നിങ്ങളുടെ അകത്തൊന്നും മാറാൻ പറ്റത്തില്ല. ഈ 3 കാര്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ എന്തു പറഞ്ഞോ അത് നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. വചന വെളിപ്പാടിലോട്ട് വരിക. ഈ 3 ഒന്നിച്ചെഴുതിയേക്കുവാണ്. ഞാനത് 3ആയിട്ട് വേർതിരിച്ചു പറയുക. 1, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകും. യേശുവിന്റെ നാടൻ ഭാഷയാണ്. ശിഷ്യന്മാര് നോക്കിക്കോ, ഈ കളി ഭൂതക്കളിയാ. ഇവനോട് കളിക്കണമെങ്കിൽ മുഷ്ടിയുദ്ധം കൊണ്ട് കഴിയത്തില്ല, നീട്ടി ഭത്സിച്ച കഴിയത്തില്ല. പ്രാർത്ഥനയിൽ കൃപ പ്രാപിക്കണം, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കണം, ഉപവാസത്തിൽ കരുത്താർജിക്കണം. അപ്പോൾ നീ എഴുന്നേറ്റാൽ ദുർശക്തികൾ കീഴടങ്ങാൻ തുടങ്ങും. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക. നിന്റെ മേൽ പകർന്ന അധികാരം, നിനക്ക് തകർന്ന അഭിഷേകം, അത് കിട്ടിയെന്നും പറഞ്ഞ് ഓടരുത്. അതിന് പ്രയർ, അതിന് വിശ്വാസം, അതിന് ഉപവാസം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. പ്രയർ. എന്താ ഈ പ്രാർത്ഥിക്കാൻ? ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് ചൊവ്വ പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നോ? പറ. എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാമെന്നോ? സ്വർഗസ്വനായ പിതാവേ അറിയാമെന്നല്ല ചോദിച്ചേ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ചൊവ്വ പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നോ? വളരെ സത്യം പറ.
ഇപ്പം ഏകദേശമൊക്കെ പഠിച്ചു വരുന്നു. ശിഷ്യന്മാർക്ക് കർത്താവിന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ. അപ്പം പ്രാർത്ഥിക്കാൻ പഠിക്കണോ? മിണ്ടുന്നില്ലല്ലോ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് 10th പഠിക്കണം, 12th പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം. പ്രാർത്ഥിക്കാൻ പഠിക്കണോ? പറ. പഠിക്കണം. എങ്ങനാ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്? ഇനി ചോദ്യം, കൈയടിക്കാൻ പഠിക്കണോ? പഠിക്കണോ? പഠിക്കണം. ഞാൻ എൻ്റെ സഭയിലെ വിശ്വാസികളെ അല്ല കൈയടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 1, 2, ഇപ്പം ഭയങ്കര ഉസ്താദിക്കളായി, അത് വേറെ കാര്യം. 1, 2, 3 അങ്ങനെ പഠിക്കാത്തൊരിപ്പിനും കണ്ടിട്ട് എങ്ങനെ അടുത്തിരിക്കുന്ന എല്ലാവരുടെയും താളം തെറ്റിക്കും. അതെന്നെ കൈയടിക്കാൻ പഠിക്കാത്തതാ. വീട്ടിൽ ചെന്നിരുന്ന് 1, 2, 3 ലൈവ് കാണുന്നവരോടാ പറയുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് കൈയടിച്ച് പഠിക്കണം. അതിന് പാടത്തില്ല, പിന്നെ എങ്ങനെ കൈയടിക്കുന്നത്? സഹകരിച്ച്. അപ്പൊ 1, 2 അങ്ങനെ കൈയടിക്കണം. ബൈബിള് വായിക്കാൻ പഠിക്കണോ? പഠിക്കണം. ബൈബിള് വായിക്കാൻ. അല്ലേ എഴുന്നേറ്റ് ഇത് വായിക്കുമ്പോൾ മൊത്തം തെറ്റായി. സിസ്റ്റർ തെറ്റുകൂടാ വായിക്കുന്നത്. എന്നാ പിന്നെ ഞങ്ങളും വായിക്കാമെന്ന് പറഞ്ഞു. എടുത്ത് വായിക്കരുത്, മൊത്തം കുഴഞ്ഞു പോകും. ബൈബിള് വായിക്കുമ്പോൾ കുത്ത് കോമ എല്ലാം ഓർത്തോണം. പണ്ടൊരാളോട് ബൈബിൾ വായിക്കാൻ കൊടുത്തപ്പോൾ നീതിമാൻ എന്നേക്ക് ഓമയിലിരിക്കുമെന്ന് വായിച്ചു. ഓർമ്മയിരിക്കുമെന്നാ. മിണ്ടുന്നില്ല. അപ്പൊ ഇത് വായിക്കാൻ പഠിച്ചാലേ പറ്റൂ. അത് എവിടെ പഠിക്കണം? വീട്ടിൽ പഠിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉറക്ക ബൈബിള് വായിക്കണം. പഠിക്കുമോ? പഠിക്കുമോ? എൻ്റെ ഭാഷ ആകെ ഒരു വിടുതൽ വന്ന ഭാഷ വല്ല വിടുതലുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറ. നിങ്ങൾ ഞാൻ പറ. ബൈബിള് വായിക്കാൻ പഠിക്കണം, പാടാൻ പഠിക്കണം, പ്രാർത്ഥിക്കാൻ പഠിക്കണം, കൈയടിക്കാൻ പഠിക്കണം. പക്ഷെ അന്യഭാഷ പറയാൻ പഠിക്കണ്ട, പ്രാപിക്കണം. വേണ്ട, മിണ്ടുന്നില്ല. അന്യഭാഷ പറയാൻ എന്തല്ല? പഠിക്കുവല്ല, പ്രാപിക്കുക. ഒരിക്കല് 10 കന്യകുമാർ ഉപമ പറഞ്ഞപ്പം അവിടെ മണവാളം വരാൻ സമയമായപ്പം ഈ എണ്ണയുള്ളവരോട് എണ്ണയില്ലാത്തത് ചോദിച്ചു, ഞങ്ങൾക്ക് ഓടിച്ചിരേ. ഉടനെ പറഞ്ഞു, ഇത് തന്നാൽ ഞങ്ങൾക്കും തികയല്ല, കാരണം ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഇത് വിൽക്കുന്നവരുടെ അടുക്കൽ, വിൽക്കുവല്ല സത്യത്തിൽ, ഇതിന്റെ ഓണറുടെ അടുക്ക പോകണം. മത്തായി 25 ഇത് എവിടെ പോണം? ഓണറുടെ അടുക്കൽ ചെന്ന് ചോദിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേ, എണ്ണയുടെ സപ്ലൈ ഇങ്ങനില്ല, ഇങ്ങനെ ഉള്ളൂ. മനസ്സിലായി? മേളിന്നെ പകരൂ, ഉള്ളതേ ഇച്ചിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കരുത്. വേണ്ട, മിണ്ടുന്നില്ല. മോഡമേൽ അഭിഷേകം ഉണ്ട്, അതേ ഞങ്ങളുടെ കുടുംബം അങ്ങ് അഡ്ജസ്റ്റ് ആയിപ്പോ, അത് നിർത്തണം. അമ്മയും പ്രാപിക്കണം അഭിഷേകം. അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിക്കണം, പാടാൻ പഠിക്കണം, കൈയടിക്കാൻ പഠിക്കണം, അന്യഭാഷ പറയാൻ പഠിക്കരുത്. അത് മേളിന്ന് പ്രാപിക്കണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ഒന്നാണ് പ്രയർ. എന്താണ്? പ്രാർത്ഥന. സ്തോത്രം. ഞാൻ ഈ പൊതുസമക്ഷത്ത് പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നുമില്ല. ചിലരൊക്കെ എന്നോ പൊതുസമക്ഷത്തൊക്കെ എന്നാ പ്രാർത്ഥനയാണ്, പക്ഷെ വീട്ടിൽ 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കത്തില്ല. മഹാപരിശുദ്ധനായ ദൈവമേ, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനെ, സർവശക്തനെ, ആകാശത്തെ ചമച്ചവനെ, ഭൂമിയെ വിരിച്ചവനെ എന്നൊക്കെ പറഞ്ഞ് തകർത്ത് സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അതിൻ്റെ പാദപീഠം, അമ്മ പുഴുക്കളാകുന്ന ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ യേശുവേ, എന്നെ ഒന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുണ്ടായാൽ നിന്റെ പ്രാർത്ഥന സ്വർഗം അറ്റസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ഈ ബൈബിളിലോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിരിക്കുക. അപ്പം കർത്താവ് പറഞ്ഞു 3 കാര്യം നിങ്ങൾക്ക് ഞാൻ അതോറിറ്റി കൈമാറി. അത് നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ 3 കാര്യം ലൈഫിൽ നിന്ന് മാറരുത്. 1 പ്രയർ, 2 വിശ്വാസം, 3 ഫാസ്റ്റിംഗ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇത് ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേയാ. ഇന്ന് രാത്രി തൊട്ട് ദൈവം അനുവദിച്ചാൽ ഉപവാസത്തിൻ്റെ വിടുതൽ എന്താന്ന് ഞാൻ തൊടാൻ തുടങ്ങും. എനിക്ക് ദൈവാത്മാവ് ദൂത് തരിക. പ്രയർ ആശീർവാദം പറയുന്നതിന് മുമ്പ് പലർക്കും ഉപവാസത്തിൻ്റെ വിടുതൽ വെളിപ്പെടാൻ തുടങ്ങും. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത്, രാജ്യത്തിനപ്പുറത്ത്, പട്ടണത്തിനപ്പുറത്ത് ദൈവകരത്തിന്റെ ചലനം ആത്മകണ്ണുകളിലൂടെ.
ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. റബ്ബന ഹംദന. അല്പസമയം കരങ്ങളെ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ബാബാ ഹംദന ദുജാലബ ഹദ്ദന ബനബനബല. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ ചില കഷ്ടങ്ങൾ ഒഴിയുന്നു. നിന്നെ ദണ്ഡിപ്പിച്ച ദണ്ഡനങ്ങൾ ഒഴിയുന്നു. നിന്റെ കുടുംബത്തോട് പോരാടിയ ശക്തികൾ, the mighty name of Jesus. അപ്പം ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് ഒന്നാമത്തെ തലക്കെട്ടിടുവാണ്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആകണം. എന്തുവാണ്? അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആകണം. ആകുവോ? പ്രാർത്ഥിക്കുന്നവരാകുവോ? ഈ പ്രാർത്ഥിക്കുന്നവർക്കുള്ളൊരു പ്രത്യേകത എന്താ പറയുക? ഒരു അസാധാരണ ധൈര്യ. ചിലർക്ക് നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അത് പ്രയറിൽ നിന്ന് കിട്ടിയതാ. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യമെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രവചിക്കാനൊന്നും പറ്റുകയില്ല. അതുപോലെ അസാധാരണ ധൈര്യ. ഒരാമയും വരുന്നില്ല. ദാവീദ് പറയാൻ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നീ പ്രയർ കഴിയുന്നതിന് മുമ്പ് ഒരു അസാധാരണ ധൈര്യം, പ്രാർത്ഥിക്കുന്നവനൊരു ധൈര്യം. എത്ര പേര് അതിന് ആമീൻ പറയും? ഇന്ന് ധൈര്യപ്പെടണം. ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം പറയാം. കർത്താവ് തന്നേക്കുന്ന ഏറ്റവും വലിയൊരു ഒരു സന്ദേശമാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? ആരെങ്കിലും പറയൂ, എൻ്റെ ബ്രദറെ എന്നോ ചോറ് കഴിക്കുക, അങ്ങ് മടുത്ത്, ഇനി മരിക്കുന്നിടം വരെ ഞാൻ ചോറ് കഴിക്കത്തില്ലെന്ന് ആരെങ്കിലും പറയൂ? പറ. മലയാളിയെ സംബന്ധിച്ച് അവന് നൂഡിൽസ് ഇറങ്ങിയാലും ില്ല, ബിരിയാണി ഇറങ്ങിയാലും, കേരളക്കാരെ സംബന്ധിച്ച അവൻ ഇച്ചിരി ചോറ് കിട്ടിയില്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? തെറ്റാണോ? പിള്ളേരൊക്കെ എന്നെ തുറപ്പിച്ച് നോക്കുന്നുണ്ട്. ഫാസ്റ്റ് ഏത് ഞാൻ ഇവിടുത്തെ ഒരു കോമൺ കാര്യം പറയുക. ഞാനൊരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയി. 33 ദിവസം ഒരു തരി ചോറ് കിട്ടിയില്ല. അത് കഴിഞ്ഞൊരു വീട്ടിൽ ചെന്നപ്പോൾ നല്ല ചോറും നമ്മുടെ നാടൻ ഫുഡ് കിട്ടിയ പാപ്പച്ചാനെ അമ്മാമ്മയെ ഞാൻ മരിക്കുന്നിടം വരെ മറക്കുകയില്ല. വലിയൊരു കാര്യം, ആരേലും ചോറ് കഴിച്ച് മടുത്ത് ഊണ് നിർത്തുവോ? അവിടെ വേണ്ടുന്നില്ലല്ലോ. എന്നും വാച്ച് കെട്ടി അങ്ങ് മടുത്ത് പറഞ്ഞ ഇനി വാച്ചൂരി തോട്ടിക്കളയാൻ പോവാ. കളയുവോ? വാച്ച് കെട്ടുന്നതിന് മടുപ്പ് വരികയില്ല, വണ്ടി ഓടിക്കുന്നതിന് മടുപ്പ് വരികയില്ല, ആഹാരം കഴിക്കുന്നതിന് മടുപ്പ് വരത്തില്ല. മടുപ്പ് വരാൻ സാധ്യതയുള്ള ഒറ്റ കാര്യമാണ്, നിന്നെ തന്ത്രപരമായി സാത്താൻ തോപ്പിക്കും. ഒറ്റ കാര്യം ഉണ്ടായിച്ചാൽ നിന്റെ അകത്തൊരു കൊച്ചു മടുപ്പിട്ടാണ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, പ്രയറിന്റെ മടുപ്പ് ഇന്ന് ചില മനസ്സുകളിൽ നിന്ന് തമ്പുരാൻ തള്ളിയിറക്കും. ഇനിയും നീ ആ വിഷയത്തിൽ മടുക്കത്തില്ല. നിന്റെ പ്രാർത്ഥനാ ജീവിതം മടുക്കത്തില്ല. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന്റെ ദൂത് പറയുക, മടുത്തു പോകാതെ. പ്രയറിൽ മടുപ്പുണ്ടാകരുത്. പ്രാർത്ഥനയിൽ എന്തുണ്ടാകരുത്? ഈ ചില സമയത്തുണ്ടല്ലേ ഭയങ്കര ഉന്മേഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒന്ന് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ. എന്നാൽ മടുത്ത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് വിളിച്ചാൽ വേറെ പ്രാർത്ഥന. യൂട്യൂബിനകത്ത് കണ്ടു ഫോൺ തിരിച്ചപ്പം വേണ്ട പ്രാർത്ഥനയുടെ അത്ഭുതം എഴുതി വെക്കുക, എഴുതുക. നിന്റെയൊക്കെ ഒരു പ്രാർത്ഥന, നിന്റെയൊക്കെ ഒരു ഉടായിപ്പ്, നിന്റെയൊക്കെ ഒരു കള്ളത്തരം. ഈ മടുപ്പ് കയറുമ്പോഴാ, ഇത് ടൈപ്പ് ചെയ്യുമ്പോഴേ നമുക്കറിയാം മടുപ്പായത്. നിങ്ങളാരും വിടുന്നില്ലല്ലോ, ഇങ്ങോട്ട് സഹകരിക്ക. എന്നാൽ ഉണർവുള്ളവൻ ഓരോ വാക്കുകളും ആമേൻ സംഭവിക്കട്ടെ. എന്നാ കാര്യം? മടുപ്പില്ല. ഇന്ന് പകൽ നിന്നെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പ്രതിസന്ധികളും. ഒന്നാമത് പ്രാർത്ഥനയിൽ എന്തു പാടില്ല? മടുപ്പ്. ഒന്ന് കൈവിട്ട് വെച്ച് പറ, മടുക്കല്ലെന്ന് പറ. ചിരിച്ചോണ്ട് പറ, മടുക്കരുത്. പ്രയറില് മടുക്കരുത്. ഇനിയും ജയിക്കാൻ പോവാ, നീ ഇനിയും ജയിക്കാൻ പോവാ. ഒരിക്കലും ഒരു അപ്പനും അമ്മയും ഒരു മോളയുമായിട്ട് എൻ്റെ അടുക്ക വന്നു. അപ്പനും അമ്മയും മുമ്പിൽ നിൽക്കുക, കൊച്ചു പുറകെ നിൽക്കുക.
അമ്മയ്ക്ക് മറഞ്ഞു നിൽക്കുക. അപ്പം ഞാനിങ്ങനെ തലയിട്ട് ചോദിച്ചു, മുമ്പോട്ട് കയറി നിൽക്കുക. എന്നിട്ട് അവൾ കയറുന്നില്ല. എന്നാലും അപ്പം പറഞ്ഞു, മോക്ക് മടുപ്പാന്ന് പറഞ്ഞിപ്പോൾ. എന്തുവാ മടുപ്പാ? ഞാൻ ചോദിച്ചു, എന്നാ മടുപ്പ്? IELTS 7 പ്രാവശ്യം എഴുതിയിട്ട് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഭയങ്കര. ഞാൻ പറഞ്ഞു, മോളെ കയറി നിൽക്കും, നീ IELTS 8ാമത്തെ പ്രാവശ്യം ജയിക്കും. 8ാമത്തെ പ്രാവശ്യം നീ. പുള്ളി വാരത്ത് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാ ഞാൻ 7 എഴുതിയത്. ഞാൻ പറഞ്ഞു, 7 എഴുതിയാൽ കിട്ടത് 8 കിട്ടും. കിട്ടിയോ? അങ്കിള് പൈസ തരാടാ. അങ്ങോട്ട് കൊടുക്കോ, ഇങ്ങോട്ട് നോക്ക, പറഞ്ഞാൽ മതി, ഞാൻ പൈസ അവിടെ അപ്പം തന്നെ കൊടുത്തു. പക്ഷെ 8ാമത്തെ IELTS പാസ്സായി. ഒരു കേക്കും ഒക്കെ വാങ്ങിച്ച്, ലഡുവൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വരിക എൻ്റെ അടുക്കലോട്. അങ്കിളിനെ മറക്കത്തില്ല. ഓർക്കുമെന്ന് പറഞ്ഞാൽ ആരും ഓർക്കുന്നില്ല. അത് നമുക്ക് വിഷയമല്ല. ഇങ്ങോട്ട് നോക്കി, ഞാൻ വലിയ കാര്യം പറയട്ടെ. ആ മടുപ്പ് മാറിപ്പോ ആ കൊച്ചിൻ്റെ മുഖേ. ഇപ്പൊ അയർലൻഡിലാ. നിങ്ങൾ എന്നെ നോക്കണം, ശ്രദ്ധിക്കണം. ഒറ്റ മടുപ്പ് പൊട്ടിയതാ. എന്നോട് ദൈവത്തിന് അറിവാ, നിന്നെ കുറിച്ച് ദൈവം ഇട്ട പദ്ധതിക്കിടയ്ക്ക് പ്രയറിനൊരു മടുപ്പിടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ കഴിവുകളെ ബന്ധിച്ച് നിന്റെ അകത്ത് മടുപ്പിട്ട് നീ തോറ്റു എന്ന് പറഞ്ഞ് നിന്നെ ഫെയിലാക്കിച്ച ആ സ്പിരിറ്റ് ഇന്നത്തെ പ്രയറിൽ അഴിയണം. എത്ര പേർ റെഡിയാ? ഇന്ന് ആ പ്രയറിന്റെ മടുപ്പ്. ഈ നമ്മൾ ചില വിഷയത്തിന് രാത്രിയിലൊക്കെ ഉണർന്നെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ചില വിഷയത്തിന് രാത്രിയിലൊക്കെ രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ എന്നുമല്ല, പ്രാർത്ഥിച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. രാത്രി പ്രാർത്ഥിക്കാത്തവരോട് ഞാൻ പറയാം, ഈ രാത്രി ഭയങ്കര ഉറക്കമൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഒരു അലാറം വെച്ച് 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് മുട്ടയിരിക്കണം. അധികം കോട്ടുവായൊക്കെ വരുമെങ്കിൽ 2 സ്വോത്രമൊക്കെ പറഞ്ഞ് ചില വെള്ളമൊക്കെ കൂട്ടിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിന് പരിഹാരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം അങ്ങനെ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ആൾ കുറേ ദിവസത്തിന് പരിഹാരം കിട്ടാതിരിക്കുമ്പോൾ അവർക്കൊരു ചെറിയ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. എന്നോട് ദൈവം പറയും, ആരൊക്കെയോ ഇതിനകത്ത് ചിലതിൻ്റെ അഗ്രത്ത് വരെ എത്തിയിട്ട് നോക്കിയേ, ഇത് നിന്റെ മറുപടിയാണെങ്കിൽ നിന്റെ കൈ ഇവിടെ വരെ വന്നിട്ട് മടുത്ത് നിൽക്കുക. ഇന്ന് ആ മടുപ്പ് പൊട്ടിച്ച് നീ ആ വാഗ്ദത്തം എടുക്കണം. നീ ഉണർന്നേലേ പറ്റൂ. നീ ഉണർന്ന് യെസ്. ഈ ചെല്ലൊക്കെ പറയും, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി, ഞങ്ങളവിടെ പോയിരുന്നു, പുള്ളി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പുള്ളി പാടുമായിരുന്നോ പ്രസംഗിക്കുമായിരുന്നോ ഒന്നും അറിയത്തില്ല. ചിലരുടെ ഒരു കുഴപ്പമാണ്, ഞങ്ങൾ വന്നോളാം ഇരുന്നോളാം, ബ്രദർ എന്തോ വേണം ചെയ്തു. ഞാൻ എന്നെ സൂപ്പർമാനാണോ? നിങ്ങൾ എന്നെ നോക്ക്. അല്ല, നിങ്ങളൂടെ സഹകരിക്കണം. ഒരാമയും വരുന്നില്ല. എനിക്ക് ദൈവാത്മാവിലെ ചിലരുടെ അകത്തെ മടുപ്പ് പൊട്ടിയാൽ, നീ ജയിക്കുമെന്നുള്ള വിഷയത്തിനകത്ത് വന്ന മടുപ്പ്, നീ ഉയരുമെന്നുള്ളതിനകത്തെ മടുപ്പ് ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടണം. നിന്റെ വീടിനകത്ത് യെസ്. എനിക്ക് ആത്മാവിൽ കാണാം വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് ചിലത് ചെയ്യാൻ പോവാ. നിന്റെ തലമുറയില് ആ മടുപ്പ് പൊട്ടണം. നിന്റെ കൊച്ചു വിടുവിക്കപ്പെടും, നിന്റെ മോൻ വിടുവിക്കപ്പെടും, നിന്റെ മോള് വിടുവിക്കപ്പെടും, നിന്റെ വീട്. നല്ലൊരു ഹല്ലേലൂയ പറ. ഏറ്റവും പുറകിലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്ന അച്ഛൻ കൈ താത്തിടരുത്, എന്നെ ഒന്ന് നോക്കണം. നിങ്ങളുടെ വീടിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിക്കുള്ള വേദി ദൈവം ഒരുക്കാൻ പോവാ. കുറെ നാള് മുമ്പ് അത് സംഭവിക്കേണ്ടതാണ്. പക്ഷേ നിന്റെ ചില മടുപ്പും ഗ്ലോറി, ചില വിഷയത്തിലൊരു വിശ്വാസമില്ലായ്മയൊക്കെ നിന്നെ കയറി വല്ലാതെ പിടിച്ചു. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇന്നത് പൊട്ടും. എന്നിട്ട് നിന്നെ ദൈവം രക്ഷിക്കാൻ പോവാ. നിന്റെ കൂടെ കാരണം നിന്റെ വീട്ടിനകത്ത് ഒരാൾക്കൊരു വിടുതൽ വേണം. അതാ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ. ആ വിഷയത്തിന് വിടുതൽ വളരെ അടുത്തുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എണ്ണിയാ തീരാത്ത ചില നന്മകൾ ദൈവാത്മാവ് കൊണ്ട് തരാൻ പോവുക. ഞാനൊരു വലിയ കാഴ്ച കാണുന്നു. ഒന്നും എഴുതാത്തൊരു വൈറ്റ് പേപ്പർ ഇതിനകത്ത് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുകയാ. അത് ആർക്കോ കൈമാറാൻ ദൈവം കൊണ്ടുവന്നതാ. അർത്ഥം ഞാൻ വെളിപ്പെടുത്താം. ആരും എഴുതാത്തൊരു കാര്യം നിന്റെ ഭാവിയെ കുറിച്ച് എഴുതുവാൻ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുക. ഹോ റബന ഹഡബ. യെസ്, എണ്ണിയ ആ റെഡ് ചുരിദാറിട്ട സിസ്റ്ററോടൊന്ന് കൈവക്കിക്ക്. ആഗ്രഹങ്ങളെല്ലാം ഉടനെ സാധിക്കും, ഉടനെ സാധിക്കും. പക്ഷിക്ക് ചിറക് കൊടുക്കുന്നത് തറയിൽ കൂടെ നടക്കാനല്ല, പറന്നു പൊങ്ങാനാ. എന്നാൽ പറന്നു പൊങ്ങാൻ അനുവദിക്കാത്തതുപോലെ നിന്റെ ജീവിതത്തെ കയറി വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ഇരുളിൻ്റെ ശക്തികൾ ഇന്നും നിന്റെ കുടുംബം വിട്ടുപോകും. നിന്റെ കുടുംബം ഒരു വിരുന്നു വീടിന് സമമായി. നിന്റെ സന്തതിമേൽ വലിയ വാക്തത്വങ്ങൾ ദൈവം കാണിക്കുക. ഒന്നിനു പുറകെ ഒന്നായി വാക്തത്വം നിവർത്തി നിന്റെ സന്തതികളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവമഹത്വം ഇറങ്ങാൻ പോവുക. ഹോ റബന ഹംസനാഥന. ഹോ, നിന്റെ സന്തതികളിൽ ഒന്നിൻ്റെ ഭാവി പ്രവചിച്ച് തീർക്കാൻ കഴിയുന്നതിലും ശ്രേഷ്ഠമാണ്. റമന ഹതിരി ബിഗുഡമന. പ്രാർത്ഥനകൾ നിറഞ്ഞു നിന്നു. ഇന്ന് നീ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പം ചില ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നടക്കാൻ തുടങ്ങിയെന്ന് നിനക്ക് സൂചന കിട്ടുന്ന ചില മറുപടികൾ നിനക്ക് ഉണ്ടാകാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്റെ സന്തതികളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്റെ കുടുംബത്തോട് സംസാരിക്കാനുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്കായി. മോനെ, നീ ഒന്ന് കൈ ഉയർത്തി തന്നെ പിടിച്ചു. ജീസസ്. ഒരു യാത്രയ്ക്ക് കുതിരയ്ക്ക് പടക്കോപ്പിടുന്നത് പോലെ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കർത്താവ് നിനക്ക് തരാൻ പോവാ. നിന്നെ എത്തിക്കാനിടത്തെത്തിക്കാൻ എൻ്റെ ആത്മാവ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥനാ ജീവിതം കുറയരുത്. ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. മോളൊന്ന് കൈപോക്കി പിടിക്കാമോ? വായിക്ക്. നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഫ്യൂച്ചർ നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്നൊരു ചോദ്യം വേണ്ട. നീ പോകുന്ന റൂട്ട് വ്യത്യസ്തം, നീ പോകുന്ന പാത വ്യത്യസ്തം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ടൊരു കാര്യം പറയാം. ഒരു വഴി യാത്ര ചെയ്യുമ്പോൾ ആ വഴിയുടെ എൻഡിലെത്തുമ്പോൾ വഴി ബ്ലോക്കാകുമെന്ന് അറിവുള്ള ഒരാൾ വന്ന് കൈക്ക് പിടിച്ച് ആ വഴിയിൽ നിന്ന് അടുത്ത വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, അത് അവസാനിക്കാത്തൊരു വഴിയാണ്. നിന്റെ കൈക്ക് പിടിച്ച് ഇപ്പോൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ നിന്ന് മറ്റൊരു റൂട്ടിലേക്ക് മാറ്റുവാൻ ഒരു കരത്തെ തമ്പുരാൻ നിയോഗിക്കുക. അമ്മ അല്പനാളുകൾക്കുള്ളിൽ ഒരു അനുഭവം ഉണ്ടാകുന്നു. റൂട്ട് മാറുന്ന ഒരു അനുഭവം കാണുക. അത് കഴിയുമ്പോൾ നിന്റെ ലൈഫിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ വചന വെളിപ്പാടിലേക്ക് പോകുക. എനിക്ക് തന്നിരിക്കുന്ന ബോധ്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ണാടി വെച്ച് അമ്മച്ചി ഒന്ന് കൈപൊക്കി പിടിക്കാം. ആ അമ്മച്ചി, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തൊടിയിൽ പലവട്ടം ഇപ്പൊ നിന്റെ ശിരസ് ഞാൻ കണ്ടു. നിന്നെ മാത്രമല്ല, നിനക്കിട്ട ആയുസ് തികയാൻ ഇനിയും കാലങ്ങളുണ്ട്. ആ കാലങ്ങൾക്കകത്ത് നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട്, മക്കളോട് ബന്ധപ്പെട്ട്, കൊച്ചുമക്കളോട് ബന്ധപ്പെട്ട് നടക്കാനുണ്ട്. അതുടനെ നടക്കാൻ പോവാ. ചിലതിനൊക്കെ ഡേറ്റ് കുറിക്കുകയും ചിലതിൻ്റെ മണ്ടയിലൊക്കെ സീൽ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. പ്രായം മറന്ന് ദൈവത്തെ സ്തുതിച്ചോ, ദൈവം നിന്റെ കൂടെയുണ്ട്. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ട് പോകാം. ഈ ദൂത് സമയം വളരെ വേഗം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദൂതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരാം. പ്രാർത്ഥനയിൽ എന്തു വരാൻ പാടില്ല? ഞാൻ ചുമ്മാ തന്നെ ചോദിച്ചോട്ടെ, മനസ്സ് തുറന്ന് മറുപടി പറയണം. എൻ്റെ അകത്ത് കുറച്ച് നാളായിട്ട് എനിക്ക് പ്രയറിൻ്റെ ഒരു മടുപ്പ് കയറിയിട്ടുണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ, ജീസസ്
ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കോ, കൈ താത്തിട്ടു. ഇത് ഞാൻ എന്തിനാണ് ചോദിച്ചത് പറയാം. എനിക്കിന്ന് രാവിലെ, ഇന്നലെ രാത്രി 8 മണി വരെ ഈ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി 8 മണിക്ക് ഞാൻ പെരുമ്പാവൂർ നിൽക്കുക, അങ്കമാലി നിൽക്കുക. ഞാൻ കോട്ടയം വണ്ടി ഓടി പോകുമ്പോൾ 3.5 മണിക്കൂറത്തെ യാത്രയിൽ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. പെരുമ്പാവൂർ കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. കോട്ടയം വരെ സംസാരിച്ചത് എന്താണെന്നറിയാമോ? ഒരു ഓറഞ്ചിൻ്റെ അല്ലി തിരിച്ചു തരുന്ന പോലെ ഓരോ ദൂതുകളും തിരിച്ചു തരാൻ തുടങ്ങി. ചില സമയം ഞാൻ ആ വണ്ടിയിൽ പൊട്ടിക്കരഞ്ഞു, ചില സമയം ഞാൻ മുട്ടുകുത്തി, ചില സമയത്ത് അന്യഭാഷയെ നിറഞ്ഞു, ചില സമയത്ത് പ്രാർത്ഥനയുടെ നിറവ് പ്രാപിച്ചു. ഞാൻ എല്ലാത്തിനും തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും ജനം മടുത്തിരിക്കാൻ പാടില്ല. നീ ഒരാൾ ഉണർത്തപ്പെട്ടാൽ നിന്റെ വീടിന്റെ ഗതികേട് മാറും. ഈ പ്രയർ കഴിയുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ചിലരോട് ആ ദൂത് നിന്റെ അവസ്ഥ മാറും. ഓ ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇതുവരെ നടക്കാത്ത വിടുതൽ ഇന്നത്തെ പ്രയറിൽ യേശു ചെയ്യും. ആ മടുപ്പ് പൊട്ടട്ടെ. ബൈബിള് വായിക്കാനുള്ള മടുപ്പ്, പ്രാർത്ഥിക്കാനുള്ള മടുപ്പ്, ഉപവസിക്കാനുള്ള മടുപ്പ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള മടുപ്പ് ഇന്നത്തെ അവസ്ഥയിൽ മാറിപ്പോകട്ടെ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം. സാധാരണ കല്യാണത്തിനാണ് വായിക്കുന്നത്, പക്ഷെ ഇപ്പം കല്യാണം അല്ലേലും ഇതും കല്യാണമാ, കുഞ്ഞാടിന്റെ കല്യാണം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യയോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും. അപ്പം പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ സാധ്യത, പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും, പ്രാർത്ഥനയ്ക്ക് മുടക്കം. ഇത് വൈകിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇപ്പൊ അത് പറയാനുള്ള നേരമില്ല. ഈ വേദപുസ്തകത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിരിക്കണമെന്ന. എന്തുവാ? ഭാര്യയും ഭർത്താവും കൂടെ, അല്ലാതെ ഒരാൾ ഇറ്റലിയിലും മറ്റേയാൾ അന്റാർട്ടിക്കയിലും ഇരുന്നാൽ പറ്റത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ. ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറയാം, അതെങ്ങനെയാണെന്ന് പറയാം. ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകണ്ടെന്നൊന്നുമല്ല ഇതിൻ്റെ ഒരർത്ഥമാണ് പറഞ്ഞു വരുന്നത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഐക്യത. ഈ ചില ആൾക്കാർ പറയും, ഞാനൊരിക്കൽ കുവൈറ്റിൽ ചെന്നപ്പം ബ്രദർ പറഞ്ഞു, അടുത്ത മാസം നാട്ടിൽ പോകാമെന്ന് പ്രാർത്ഥിച്ചോണേ. 2 മാസം പരിശോധനയുടെ മാസമാണ്. 2 മാസം ഈ ചിലരുടെ വീട്ടിൽ അകന്നേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ചിലരുടെ ജീവിതത്തിൽ അടുത്തേ ഇരിക്കാൻ പറ്റും. നമ്മളാരും വിട്ടുന്നില്ലല്ലോ. ഭർത്താക്കന്മാരോട് ബൈബിൾ പറയാ, സ്ത്രീജനം എന്താണ്? ബലഹീന പാത്രം. പാസ്റ്ററെ, എൻ്റെ ഭാര്യയെ പറ്റിയാണോ ഈ ബലഹീന പാത്രമാണ്? പണ്ടൊരാൾ പ്രസംഗിച്ച്, കൈയില്ലാത്തവൻ അവിടെ വർത്താനം കേട്ടാ വെപ്പ് വെച്ച് അടിക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രയറിന് മുടക്കം വരാൻ കഴിയുമെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ജീവിക്കണം. ഒന്നിച്ച് ജീവിച്ചാൽ പോരാ. ഇവിടെ പറഞ്ഞേക്കുന്നത് പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്ക് വേറിട്ടിരിക്കാം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് സഹോദരന്മാരുടെ കൂടുതൽ പറയുക, മിക്കവാറും ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുന്നത് സ്ത്രീകളായിരിക്കും. എൻ്റെ കാരണം പറയാം. ഇപ്പൊ ഭാര്യയ്ക്കൊരു വിഷമം വന്നാൽ ആരോടെ പറയാൻ പറ്റൂ? ഭർത്താവിനോടെ? പഞ്ചായത്തിൽ പറയാൻ പറ്റൂ? എന്നോട് സഹകരിക്കും. ഉടനെ ഭർത്താവ് പറയരുത്, എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുക എന്ന് പറയരുത്. ഇത് നിന്നോടെ പറയാൻ പറ്റും. നിന്റെ ഒരു നല്ല വാക്ക് കേൾക്കാനായി ഇത് പറയുന്നു. നമ്മൾ മിണ്ടുന്നില്ലല്ലോ. ഇനി ചില വീടുകളില് ശ്രദ്ധിച്ചു കേൾക്കണം, സന്ധ്യ ആവുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ പ്രശ്നമായിട്ട് പലയിടത്തും പ്രാർത്ഥന മുടങ്ങുക.
പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരരുത്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. പ്രാർത്ഥിക്കുന്നവരോട് പറയാം, ഭർത്താവ് വഴക്കാളിയാണെങ്കിൽ ഭാര്യ അത് അറിഞ്ഞു നിന്നോണം. ഭാര്യ വഴക്കാളിയാണെങ്കിൽ ഭർത്താവ് അത് അറിഞ്ഞ് തൊട്ടച്ചൊക്കെ പറ, അറിഞ്ഞു നിൽക്കണമെന്ന് പറ. എന്തുവാ? അറിഞ്ഞു നിൽക്കണം. മിണ്ടുന്നില്ല. അപ്പൊ പ്രയറിന് മുടക്കം വരാൻ സാധ്യതയുണ്ട്. അത് വരുത്തരുത്. ഒറ്റ കാര്യം കൂടെ, സ്തോത്രം, പ്രയറിന് എന്ത് വരാൻ പാടില്ല? മുടക്കം. ഞാൻ ചുമ്മാ ചോദിക്കുകയാണേ, ഈ വർഷം എത്ര പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്? ഞാനൊരു ഒരു പദം പറയട്ടെ, ഒത്തിരി പ്രാവശ്യം. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ? ഒറ്റ ദിവസം പോലും ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിയിട്ടില്ല, ഒറ്റ ദിവസം പോലും ഡിന്നർ മുടങ്ങിയിട്ടില്ല. പക്ഷെ എന്താ മുടങ്ങി? പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളവരെന്ന് കൈവക്കാവോ? ഇല്ലയോ? എന്താ പ്രയറാ? ഉണ്ടെന്നില്ല. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു. നിന്നിൽ ദൈവം പകർന്നത് നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ പ്രയർ കുറയരുത്. വിശ്രമമില്ലാതെ ഓടുന്നത് നല്ലതാ, പക്ഷെ പ്രയർ കുറയരുത്. പ്രയർ കുറയരുത്. പ്രാർത്ഥന നിന്റെ ചരിത്രം മാറ്റും. പ്രാർത്ഥന നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റും. പ്രാർത്ഥന നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റും. രക്ഷപ്പെടാൻ കൊതിയുള്ളവരോട് ഞാൻ പറയാ, പറഞ്ഞു തരാൻ രക്ഷപ്പെടേണ്ട എങ്ങനെയാണ്. ഒരു കുറുക്കു വഴിയും തപ്പണ്ട. ഈ ബൈബിളിന്റെ സിസ്റ്റം അത്ര സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്ങാ. ഞാൻ പറയാം, ഏതു തകർന്നവനും രക്ഷപ്പെടും ഈ സിസ്റ്റത്തിൽ വരണം. ഞങ്ങൾ ഈ കടന്ന് അലർന്ന് എന്തിനാണെന്നറിയോ? നിന്നെ ഈ വചനത്തിന്റെ സിസ്റ്റത്തിൽ കൊണ്ടുവരാനാ. എത്ര പേര് ആമയും പറയും? ഇതിനകത്ത് വന്നാൽ നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ കണ്ട് അത്ഭുതപ്പെടും. അടഞ്ഞു പോയ മുഴുവൻ ഡോർ ഓപ്പൺ ആകും. ഈ ബൈബിൾ സിസ്റ്റത്തിലേക്ക് വാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബൈബിളിൽ പറയാത്ത ഒരനുഗ്രഹവും നമുക്ക് വേണ്ട. റെഡിയാന്നോ സാമിയും പറയാൻ? ഈ ബൈബിൾ പറയാത്ത ഒരനുഗ്രഹവും നമുക്ക് വേണ്ട. എത്ര പേര് ആമിയും പറയും? ഈ ബൈബിൾ പറയുന്ന മുഴുവൻ അനുഗ്രഹവും നമുക്ക് വേണം. ഉണ്ടെന്നില്ല. ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ടൊരു ദൂതിലോട്ട് വന്ന് അവസാനിപ്പിക്കാൻ പോവാം. ഇനി എന്നിട്ടൊന്ന് ആരാധിക്കാൻ പോവാം. ശ്രദ്ധിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പിള്ളേർക്ക് പ്രാർത്ഥനയെ മടുപ്പ് വന്നാൽ പ്രവാചകൻ പ്രവചിക്കണ്ട, നമുക്കറിയാം കൊച്ചു പ്രാർത്ഥനയിൽ മടുപ്പാണ്. എപ്പം മടുപ്പ് വന്നോ അപ്പോൾ ഉപവാസം പ്രസിദ്ധം ചെയ്തേക്കണം. പക്ഷേ നീ ഇവിടെ പ്രാർത്ഥിക്കാനൊന്നും വരുന്നില്ലല്ലോ, എന്തു അടിയെന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. നീ ഒന്ന് ഉപവസിച്ചാൽ മതി, അവൾ തന്നെ പ്രാർത്ഥിക്കും. എന്നോട് ദൈവം പറയാം, ചില മടുപ്പിന്ന് പൊട്ടും. എന്നോട് ഒന്നാമത്തെ ദിവസം ആദ്യത്തെ സെഷനകത്ത് ചില മടുപ്പ് പൊട്ടാൻ പോവാ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ വൈകിട്ട് പറയും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥിച്ചാൽ നീ രക്ഷപ്പെടും, പ്രാർത്ഥിച്ചാൽ നീ കരേറും, പ്രാർത്ഥിച്ചാൽ നിനക്ക് ഭാവിയുണ്ട്, പ്രാർത്ഥിച്ചാൽ നിന്റെ ലൈഫ് സ്റ്റൈൽ മാറും. ഒരു തട്ടിപ്പും വേണ്ട, ഒരു വെട്ടിപ്പും വേണ്ട, പ്രയർ മാത്രം മതി. എങ്ങനെ രക്ഷപ്പെടും? നീ അത്ഭുത ലോകത്താവും. ഒന്നുകൂടെ പറയാം, നീ എന്തോ ആവും? അത്ഭുത ലോകത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പ്രയറിന്റെ ശക്തി. ഞാൻ വീണ്ടും ചിലരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പോവാ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ നിന്റെ കുടുംബത്തിന്റെ ചരിത്രം തിരുത്താൻ പോവാ. പ്രാർത്ഥനയുടെ ശക്തി, പ്രയറിന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാ. എത്ര പേര് അതിന് ആമീൻ പറയും? വല്ലാത്ത കഷ്ടങ്ങൾ ഒഴിയാൻ പോവുക. നിർത്തരുത് പ്രയർ. ഹോളി സ്പിരിറ്റ് നിന്റെ പ്രാർത്ഥനയെ തൊടുകയാ. പരിശുദ്ധാത്മാവ് നിന്റെ പ്രയറിനെ തൊടുക. പരിശുദ്ധ
എറണാകുളത്തൊരു ആമി റിവൈവൽ ഉണ്ടാകട്ടെ, ഒരു ഉണർവ് ഉണ്ടാകട്ടെ. എത്ര പേര് അതിന് ആമീൻ പറയും? ആരാധിക്കുന്ന ചിലരോട് അത് നീ നിമിത്തം പ്രാർത്ഥന, നിന്റെ കുടുംബ നിമിത്തം പ്രാർത്ഥന, ആചക സസംബന അല്പസമയം പ്രാർത്ഥിച്ചേ, നിന്റെ വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ചില പാരമ്പര്യങ്ങൾ പൊട്ടുന്നു, ചില മടുപ്പിന്റെ സ്പിരിറ്റ്